നമസ്കാരം, അരുണാണ്. കൂടെ സുമിയുണ്ട്. മലാവി ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയതായിട്ട് നിർമ്മിക്കാൻ പോണ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുമ്പിലാണുള്ളത്. അപ്പോൾ ഇന്നിവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ട്. ചെറിയ മീറ്റിംഗ് അല്ല, വലിയ മീറ്റിംഗ് തന്നെയാണ്. ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും വരാൻ വേണ്ടി നമ്മൾ സൺഡേ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ. ബാക്കിയുള്ള ദിവസങ്ങൾ ഇവരാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ്. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങളോട് പറയാനുണ്ട് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഇപ്പോൾ ലാൻഡിൻ്റെ, അതായത് എവിടെയാണ് സ്കൂൾ ഉണ്ടാക്കുന്നത് എന്നുള്ള കറക്റ്റായിട്ടൊന്ന് തീരുമാനിക്കാനുണ്ട്. അപ്പം അതിൻ്റെ നേരെയാക്കണ പരിപാടികൾ, അതുപോലെ ബ്രിക്സ് അറേഞ്ച് ചെയ്യുന്നത്, സാൻഡ് അറേഞ്ച് ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ പരിപാടികൾ വരെയായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതേപോലെ നമ്മുടെ ഫുഡ് ഫീഡിങ് പ്രോഗ്രാമിങ്ങിൻ്റെ കിച്ചൺ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ എന്തായാലും നോക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ബിൽഡിംഗ് വർക്കുകളൊക്കെ കുറവായിരിക്കും. അതായത് എന്തെങ്കിലും ചെയ്യുന്ന പ്രവർത്തികൾ കുറച്ച് കുറവായിരിക്കും, മീറ്റിംഗ് ആയിരിക്കും കൂടുതൽ. കാരണം ഇവരൊക്കെ ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം നമുക്കുണ്ട്. കാരണം ഒരുപാട് വലിയ ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അതിന് വില്ലേജേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെയാണെന്നൊക്കെയുള്ളത് അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ കുറേ മീറ്റിങ്ങുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചെറുതായിട്ട് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂടുതൽ പറയുന്നത് കാരണം നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളാണ്. നമ്മുടെ പ്രവർത്തനത്തിൽ പെടുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഇങ്ങനെ കുഞ്ഞു വീഡിയോസൊക്കെ വരുന്നത്. നിങ്ങൾക്ക് മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കണം. ഒരുപാട് കാഴ്ചകളൊന്നും ഉണ്ടാവില്ല മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ. അത് ഈ വരുന്ന അടുത്ത മാസം മെയ് 1 തന്നെ നമുക്ക് ഫുഡ് ഫീഡിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ കിച്ചൻ്റെ പരിപാടി തീർക്കണം. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ സ്കൂളിൻ്റെ ലാൻഡ് എന്താ പറയുക, വാട്ടർ ലെവൽ ചെയ്യേണ്ടത്, അതൊരു ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത് വൃത്തിയാക്കി വെക്കണം. എന്നിട്ട് വേണം നമുക്ക് എന്താ പറയുക അതിൻ്റെ ചെടിയും പരിപാടിയും നടക്കാനുള്ളത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ മീറ്റിംഗിൽ ഉണ്ടാകുക. നമുക്ക് വലിച്ചു കിട്ടാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ? ഇത് നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് കണ്ടപ്പോൾ അത് പെട്ടെന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. അത്രയും സ്പേസ് ഉള്ളൊരു സ്കൂളാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ സ്കൂളിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പം ഈ പഴയ സ്കൂൾ നമുക്ക് പെയിൻ്റ് അടിക്കണം, നന്നാക്കുകയൊക്കെ ചെയ്യണം. അപ്പം ഞാൻ അതിന് മുന്നോടിയായിട്ട് എല്ലാവർക്കും ഇതൊന്ന് കാണിച്ചു തന്നാണ് പഴയ സ്കൂള്. പിന്നെ നമ്മൾ വന്നപ്പോൾ തന്നെ ആദ്യം ഇവിടെ കുറച്ച് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററാണ്. ആ ചുമന്ന ടീഷർട്ട് ഇട്ടുള്ളത് സ്കൂളിൻ്റെ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്ററാണ്. ബാക്കിയൊക്കെ അതിൻ്റെ കുറേ ഭാരവാഹികളും അതുപോലെ ചീഫുമാരും എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ മീറ്റിങ്ങിലേക്ക് ഒന്ന് പോയി നോക്കാം. This time we want to tell you about what they have said. The place is this one, and there's another place behind the toilets of boys. Yeah, so with these two, you are going to choose one place where you can construct your projects. Either the Sunday school or the house, teachers' houses. Yeah. So our ideas, we thought that it's better to construct teachers' houses here. Because the borehole is near, and the block of Sunday school can be behind that toilet. There is our place. There is our land. Yes, there's also land. We are going to show you. Okay, sure. Yeah. Okay, no problem. We can find a good place. അപ്പോൾ ഇന്ന് നമ്മൾ വന്നപ്പോൾ ഇവിടെയുള്ള എല്ലാ ചീഫുമാരും ഉണ്ട്. ഇവരൊക്കെ ചീഫുമാരുണ്ട് ബാക്കിൽ വരുന്നത് എല്ലാവരും. നമ്മൾ ഒന്നും കൂടെ സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് സെക്കൻഡറി സ്കൂൾ ഉണ്ടാക്കാനുള്ള. അപ്പം നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ള സ്ഥലം ഇതാണ് കേട്ടോ. അത്യാവശ്യം നല്ല എന്താ പറയുക സ്പേസ് ഉണ്ട് ഈ ഒരു സ്ഥലത്തിന്. ഇതിൻ്റെ തൊട്ടു മുന്നിലായിട്ടാണ് കുട്ടികളുടെ ഗ്രൗണ്ട് കേട്ടോ, കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ട് ഉള്ളത്. അപ്പോൾ ഈ ഒരു മലേൻ്റെ താഴെയായിട്ട് നല്ലൊരു വ്യൂവിലാണ് കേട്ടോ ഈ ഒരു പ്ലേസ് കിടക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ ഒരു പ്ലേസിൻ്റെ ഒരു എൻഡിലായിട്ട് കുറേ മരങ്ങളും തണൽ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ളൊരു പ്ലേസാണ് ഹയർ സെക്കൻഡറി സ്കൂളിനുള്ളത്. ഹൈസ്കൂള് കുറച്ചൊരു വിട്ടിട്ടും ഹയർ സെക്കൻഡറി ഇച്ചിരി വിട്ടിട്ടും
വിട്ടിട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരമല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്, സെപ്പറേറ്റ് നമുക്ക് കാണാൻ പറ്റും. അതായത് എല്ലാ ക്ലാസ്സും കൂടി ഒരുമിച്ചല്ലാതെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതാണ് പ്ലേസ്. അപ്പോൾ അവർ അതിലേക്ക് നടന്ന് നോക്കുകയാണ്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയല്ല, കുറച്ച് ആ മഞ്ഞ പൂക്കളൊക്കെ നിൽക്കുന്ന ആ ഒരു ഏരിയ ഉണ്ട്. അവിടെ ചെറിയൊരു അരുവി, ചെറിയൊരു തോട് പോകുന്നുണ്ട് കേട്ടോ. അരുവിയല്ല, ചെറിയൊരു തോട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുമായിരുന്നു മഴക്കാലത്ത് ആ വെള്ളം ഇങ്ങോട്ട് വരുമൊന്നുമില്ല, അങ്ങനെ വരത്തില്ല. കാരണം ഇത് നല്ല ദൂരം ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഫോണിൽ എടുക്കുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. അതായത് ഒരുപാട് ദൂരെയാണ് ഈ സ്ഥലം കിടക്കുന്നത്. ആ മഞ്ഞപ്പ് കണ്ടോ, ഞാൻ സൂമോട്ട് മാറ്റിയപ്പോൾ മഞ്ഞപ്പൂക്കളൊക്കെ കണ്ടിട്ട് അങ്ങ് ദൂരെയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും നല്ല സ്ഥലമാണ്. ഇതുപോലെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. ഈ മരത്തിനൊക്കെ ഒന്ന് പരിചരണം കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് വലിയ മരങ്ങളായി നല്ല തണലും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കിട്ടും. അപ്പം നമ്മുടെ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യായിരുന്നു അവരോടായിട്ട്. എന്ന് തുടങ്ങാൻ പറ്റും, ഈ നിലമൊക്കെ നമുക്ക് ചെത്തിക്കോരി ശരിയാക്കണം, എന്നിട്ട് വേണം നമുക്ക് പണി തുടങ്ങാൻ, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ബ്രിക്സ് അറേഞ്ച് ചെയ്യുക, എവിടെ നിന്നാണ് സാൻഡ് എടുക്കുന്നതെന്നൊക്കെ നമ്മൾ അന്വേഷിക്കുകയും അവരോട് പറയുകയൊക്കെ ചെയ്യായിരുന്നു. Here you can make a library. It can looks. Yeah, library school separate, library office separate. That is a brigade was established. Yeah, kuma pali pano pa suninga kuti titabwereka nchewa zoti akozile foundation. Kuti mene uzi jembula zawo zo pa utumisa. Aziona kuti zimene adalo ncheza ziyambi. Ndio nkhani mene arudi ndalo pano. Sekela senuyo muthamangu kupeza njerazo ninazathuwalize ndangati limodzi mwangwirizano mmene mwanena chimafunika ni chikondi patsogolo kenako ndiye kuti ntchito ija izathamanga. Koma patangosekera chikondi iyeyi ndi atani basi zinthu zija zavuta. Komabe tigwirizane chinthu chimodzi ntchito ija ziyenda izipita chitsogolo. They are also very happy to see that you are bringing such good project here. So they are now asking the villagers as well as men and women, once the bricks are available, so they need to let them know so that the work will start as we have already said. And they're saying that they're also proud of you. Thank you. Yeah, thanks. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് കേട്ടോ. കിച്ചൺ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞു. ഇനി റൂഫിൻ്റെ വർക്ക് ഉണ്ട്. അപ്പോൾ ഈ ആഴ്ചയോടെ തീരും. അപ്പോൾ നമ്മൾ May 1 തന്നെ ഫുഡ് ഫീഡിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതാണ്. ഫുഡ് ഫീഡിങ് പ്രോഗ്രാമിന് കൊണ്ടുവരുന്ന സാധനങ്ങൾ വെക്കാനുള്ള സ്റ്റോറായിട്ടത്. അതിൻ്റെ പണിയും കഴിഞ്ഞു, ഉള്ളൊക്കെ തേച്ച് കഴിഞ്ഞു. പുറം ഭാഗം നമ്മൾ പോയിൻ്റ് ഔട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ റൂഫ് നമ്മളൊരു സ്ലോപ്പ് റൂഫാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ത്രികോണമല്ല. അപ്പോൾ ത്രികോണമായി അടിക്കുന്ന സമയത്ത് ഒരുപാട് ടിമ്പറൊക്കെ വേണം. അപ്പോൾ നമ്മൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാന്നുള്ള കാര്യം കൊണ്ട് തന്നെ നമ്മൾ സ്ലോപ്പാണ് കൊടുക്കുന്നത്. അവിടെ തന്നെ ഇനി അടി പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് കുക്ക് ചെയ്യുന്നത്. അതാണ് കിച്ചൺ കേട്ടോ. ഇവിടെ നമ്മൾ അടുപ്പുണ്ടാകും. പിന്നെ ഈ കട്ടൊക്കെ അങ്ങനെ ഇട്ടിരിക്കുന്നുണ്ട്, നമ്മളതൊന്ന് കട്ട് വെച്ച് ഇടിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യും കേട്ടോ. കോൺക്രീറ്റ് ചെയ്യും. കാരണം ഇത് കോൺക്രീറ്റ് ചെയ്ത് നിങ്ങൾ സ്ട്രോങ് ആവുള്ളൂ. ഇതിപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയാണ് കട്ട നിരത്തിയത്. ഇഷ്ടംപോലെ കട്ടയുള്ളത് കൊണ്ട് തന്നെ കട്ട നിരത്തിയിട്ട് നേരെ ഒന്ന് സ്ട്രോങ് ആക്കി തീയൊക്കെ കത്തിക്കേണ്ടത്. നല്ല ചൂടൊക്കെ വരുന്നില്ലേ. എന്നിട്ട് ഇവിടെ നമ്മൾ അടുപ്പുണ്ടാക്കും. അപ്പോൾ ഇവിടെ കുക്ക് ചെയ്യാൻ പറ്റും. കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സാധനം എടുത്തിട്ട് ഇവിടെ വെച്ചാൽ കുട്ടികൾക്ക് കഴിക്കാൻ അവിടെ ലൈനായിട്ട് വന്ന് മേടിക്കാൻ പറ്റും. അടുത്ത് തന്നെയാണ് ബോർഹോൾ ഉള്ളത്. അങ്ങനെ സ്റ്റോറായി ഇന്നത്തെ കാര്യങ്ങൾ തരുന്നത്. ഒരു മീറ്റിങ്ങുകളാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങളിലേക്കാളും മീറ്റിങ്ങുകളിലാണ് കൂടെ പോണത്. കാരണം സീനിയർ ചീഫുമാർ എല്ലാവരും വന്ന് ഓരോ വില്ലേജിലെ ആളുകളും വന്ന് ഇവിടെ ചേർന്ന് നിന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ കൃഷിനെക്കുറിച്ച് ഞങ്ങളിവിടെ പറഞ്ഞു, സ്കൂൾ മാത്രമല്ല നമ്മുടെ ലക്ഷ്യമാണ് കൃഷിയിൽ നിങ്ങൾക്ക് എങ്ങനെ പുതിയതായിട്ട് കൃഷി ചെയ്യാം, എങ്ങനെ പുതിയ പുതിയ ബിസിനസ് ഐഡിയാസ് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ നോക്കുന്നുണ്ട്. ഹെൽത്തിലാണെങ്കിലും നിങ്ങളുടെ ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷന്, നിങ്ങളുടെ എന്താ പറയുക ജോലി സംബന്ധമായ അങ്ങനെ എല്ലാ കാര്യത്തിലും ഇടപെട്ട് ഈ ഒരു വില്ലേജിനെ മൊത്തമായിട്ട് ഈ പ്രദേശത്തെ മൊത്തമായിട്ടൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നതൊക്കെ ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അതിലേക്ക് അവരും ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. അങ്ങനെ ഹാപ്പിയാണ് അവർ. അപ്പോൾ നമുക്കെന്തായാലും ഇവർ ഇന്ന് രാവിലെ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. നമ്മുടെ ചെത്തി മാന്തലൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഉദ്ദേശിച്ച സ്ഥലത്ത് നമ്മൾ മാറ്റിയിട്ട് അപ്പുറം സൈഡിക്കാക്കാൻ പോകുന്നുണ്ട് സ്കൂളിൻ്റെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവരുടെ ഒരു സജഷൻ ആയിരുന്നു അത്. കാരണം തൊട്ട് മുമ്പിലാണ് കുറച്ചുകൂടെ ലാൻഡ് കൂടുതലുണ്ട് താനും. പിന്നെ ഗ്രൗണ്ടൊക്കെ അവിടെയാണ്. ഏറ്റവും ഗ്രൗണ്ടിൻ്റെ അടുത്ത് തന്നെയാണെങ്കിൽ കുട്ടികൾ കളിക്കാനും എല്ലാത്തിനും സൗകര്യമായ ഒരു സ്ഥലം തന്നെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ്. അപ്പം ഈ ആഴ്ച എന്തായാലും അവർ ലാൻഡൊക്കെ ക്ലിയർ ആക്കും. രാവിലെ എല്ലാവരും വന്നിട്ട് നമ്മൾ വന്നിട്ട് തുടങ്ങാൻ തീയതി ആൾക്കാർ വെയിറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് എത്താൻ പറ്റില്ല. നമുക്ക് പെട്ടെന്നായിരുന്നു ജോലിയുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച ആയിരുന്നെങ്കിലും ജോലി ഉണ്ടായിരുന്നു. അപ്പം അങ്ങോട്ട് പോകേണ്ടി വന്നതുകൊണ്ട് ഇങ്ങോട്ട് എത്താൻ പറ്റിയില്ല.
അപ്പോൾ എന്തായാലും നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ആൾക്കാർ റെഡിയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് പോകും. അതുപോലെ നമ്മൾ ഈ നമ്മുടെ പ്രൈമറി സ്കൂൾ ഉണ്ടല്ലോ, അതൊന്ന് ചെറിയ മെയിൻ്റെനൻസ് വർക്ക് ഉണ്ട്, നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് മെയിൻ്റെനൻസ് വർക്ക് ചെയ്ത് ചെറുതായിട്ടൊന്ന് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പെയിൻ്റൊക്കെ ചെയ്ത് അതൊന്നും വൃത്തിയാക്കി അതിനെ ഒരു മനോഹരമാക്കി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഒരു നല്ല സ്കൂൾ വരുമ്പോൾ തന്നെ പഴയ സ്കൂളും കൂടെ ഒന്നുകൂടെ അതിൻ്റെ കൂടെ തന്നെ മനോഹരമായിരിക്കണമല്ലോ, അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യും. അപ്പോൾ പുറത്തെ ആൾക്കാർ പോയിൻ്റ് കേട്ടോ, ഞാൻ പറഞ്ഞില്ല പോയിൻ്റ് ചെയ്യുന്നതല്ല. അപ്പോൾ ബ്രിക്സ് ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ ഇങ്ങനെയല്ലേ ബ്രിക്സ് ഉള്ളത്. ഈ ബ്രിക്സിനെ പോയിൻ്റ് ചെയ്ത് വൃത്തിയാക്കിയെടുക്കും, നല്ല വരച്ച് പോളിഷ് ചെയ്തിട്ട് നമ്മളതിനകത്ത് ഒരു പോളിഷ് കൊടുക്കും. അപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ബേക്കിൽ കണ്ടില്ലേ കുറച്ച് പേരേ ഉള്ളൂ, ബാക്കി എല്ലാവരൊക്കെ പിരിഞ്ഞു പോയി. സൺഡേ അല്ലേ, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം ഇന്നത്തെ മീറ്റിങ്ങിൽ നമ്മൾ കുറേ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബ്രിക്സ് അറേഞ്ച് ചെയ്യേണ്ടത്, അതുപോലെ സാൻഡ് അറേഞ്ച് ചെയ്യേണ്ടത്, പിന്നെ നമ്മൾ സിമെൻറ്റ് വാങ്ങാൻ പോകുന്നതൊക്കെ കുറേ കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്കൂളിൻ്റെ സ്ഥലമൊക്കെ നമ്മൾ മാറ്റി അപ്പുറത്തേക്ക് ആക്കിയിട്ടുണ്ട്. നല്ല സ്ഥലമാണ്, ഇവിടത്തേക്കാട്ടും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള കുറച്ചും കൂടി അധികം സ്പേസ് ഉള്ള സ്ഥലമാണ് കേട്ടോ ഇപ്പം നീ ചെയ്യാൻ പോണത്. അപ്പോൾ അത് ഈ വീക്കിൽ അവർ വന്നുകൊണ്ട് വാട്ടർ ലെവൽ ചെയ്യും, അതായത് മണ്ണൊക്കെ ചെത്തിക്കോരി ശരിയാക്കും. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ പറഞ്ഞത്. ഇത് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് ഞങ്ങൾ അപ്ഡേഷൻസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതെല്ലാം നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.